പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. പിന്നീടൊരിക്കൽ യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. സൗഖ്യത്തിനായി അതിയായി ആഗ്രഹിക്കുന്ന ഈ കുഷ്ഠരോഗി ഈശോയുടെ മനസ്സിൻ്റെ സമ്മതമാണ് ആദ്യം ചോദിക്കുന്നത്. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എന്നാൽ ഈശോ തൻ്റെ മനസ്സിൻ്റെ സമ്മതം അവനെ അറിയിക്കുന്നതിന് മുമ്പ് ആ കുഷ്ഠരോഗിയെ സ്പർശിച്ചിട്ട് പറയുന്നു, എനിക്ക് മനസ്സുണ്ടെന്ന്. ആ കുഷ്ഠരോഗി ഈശോയുടെ ചാരത്ത് തന്നെ ആയിരുന്നതുകൊണ്ടാണ് ഈശോയ്ക്ക് അവനെ തൊട്ടുകൊണ്ട് അപ്രകാരം പറയാൻ സാധിച്ചത്. കർത്താവിൻ്റെ ചാരെ നിൽക്കുന്നവർക്കാണ് ആ സ്പർശനം സ്വന്തമാക്കാൻ കഴിയുക. കുഷ്ഠരോഗി ഈശോയുടെ അടുത്തായിരുന്നു. അവനൊട്ടും വിചാരിച്ചില്ല ഈശോ അവനെ തൊടുമെന്ന്. കാരണം ആരും അവനെ ഇതുവരെ തൊട്ടിട്ടില്ല. എല്ലാവരും അറപ്പോടെ വെറുപ്പോടെ അവനെ മാറ്റി നിർത്തി. എന്നാൽ ഈശോയാകട്ടെ അവനെ സ്പർശിച്ചുകൊണ്ട് സൗഖ്യം നൽകുന്നു. ഇന്ന് ഈശോ നമ്മളെയും തൊട്ട് സുഖപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എത്രയേറെ ഈശോയോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രയേറെ സൗഖ്യവും സമാധാനവും സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് തൊടേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും നമുക്കിപ്പോൾ സമർപ്പിക്കാം. സാമ്പത്തിക ഞെരുക്കങ്ങൾ, കുടുംബസമാധാനമില്ലാത്ത അവസ്ഥകൾ, രോഗപീഠകൾ, പൈശാചിക പീഡകൾ, ഇവയെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇതാ കർത്താവ് നമ്മളെ തൊട്ട് സുഖപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈശോയുടെ സൗഖ്യ സ്പർശനത്തിനായി നമുക്കും ആഗ്രഹിക്കാം. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സൗഖ്യം നമ്മളിൽ നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.